കൂളോംസ് ലോ പഠിച്ചപ്പോൾ നമ്മൾ പുതുതായി അറിഞ്ഞ ഒരു കാര്യമാണ് എന്താണ് കെ, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റന്റ് എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്. അതോടൊപ്പം തന്നെ പഠിച്ച മറ്റൊരു കാര്യമാണ് എന്താണ് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എപ്സിലോൺ 0, അതിൻ്റെ വാല്യൂ എന്താണ്, അതിൻ്റെ യൂണിറ്റ് എന്താണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പുതുതായി പഠിച്ച കാര്യങ്ങളാണ്, കൂളോംസ് ലോയുടെ കീഴിൽ പുതുതായി പഠിച്ച കാര്യങ്ങളാണ്. ഇനി പെർമിറ്റിവിറ്റി എന്താണെന്നുള്ളത് കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ നോക്കാൻ പോവുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞിരുന്നു, പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ചാർജുകൾ സെപ്പറേറ്റ് ചെയ്യുന്ന മീഡിയയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. Permittivity is a property of the medium which determines the electric force between two charges situated in that medium. അതായത് രണ്ട് ചാർജുകൾ എയറിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, അല്ലെങ്കിൽ വാക്വത്തിലാണെങ്കിൽ ഫ്രീ സ്പേസിലാണെങ്കിൽ നമുക്ക് F is equal to 1/4πε0 into Q1 Q2 divided by R² എന്ന് കൊടുക്കാം. ഇനി ഇതേ രണ്ട് ചാർജുകളെ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ മീഡിയം മാറി, രണ്ട് ചാർജുകൾക്ക് ഇടയിലുള്ള മീഡിയം അവിടെ മാറി. അങ്ങനെയെങ്കിൽ ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള എന്തും മാറും, ഫോഴ്സും മാറും. എത്രത്തോളം മാറും എന്നുള്ളത് നമുക്ക് പറയാം. അതിനു മുമ്പ് എന്താണ് പെർമിറ്റിവിറ്റി എന്ന് നമുക്ക് അറിയണം. ഒന്നും തന്നെയില്ല, വളരെ എളുപ്പമുള്ള കാര്യമാണ്. രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആ രണ്ട് ചാർജുകൾക്കിടയിലുള്ള മീഡിയത്തിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എന്ത്, പെർമിറ്റിവിറ്റി. അതായത് മീഡിയം മാറുന്നതിനനുസരിച്ച് പെർമിറ്റിവിറ്റി മാറും, പെർമിറ്റിവിറ്റി മാറുന്നതിനനുസരിച്ച് എന്തും മാറും, ഫോഴ്സും മാറും. ഒരു ഉദാഹരണം പറയാം. നമ്മൾ രണ്ട് ചാർജുകളെ, രണ്ട് ഒരേപോലെയുള്ളതോ അതല്ലെങ്കിൽ ഒരേപോലെ അല്ലാത്തതുമായ രണ്ട് ചാർജുകളെ നമ്മൾ ഒരു സ്പെസിഫിക് ഡിസ്റ്റൻസിൽ എയറിൽ വയ്ക്കുന്നു. ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെന്നും കരുതുന്നു. ഇതേ രണ്ട് ചാർജുകളെ മാറ്റരുത്. രണ്ട് ചാർജുകളെ, ഇപ്പോൾ ആദ്യത്തെ ചാർജ് 1 കൂളം ആണെങ്കിൽ രണ്ടാമത്തെ ചാർജ് 2 കൂളം ആയിരിക്കും, ഒരു പക്ഷേ 2 കൂളം ആയിരിക്കാം. രണ്ട് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് മാറ്റാതെ അങ്ങനെ തന്നെ നമ്മൾ എവിടെ എടുത്ത് വയ്ക്കുന്നു, വെള്ളത്തിലെടുത്ത് വാട്ടറിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ വാട്ടറിൽ വയ്ക്കുന്നു. ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് മാറ്റരുത്, അതേപോലെ തന്നെ ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും മാറ്റരുത്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ വിചാരിക്കും അങ്ങനെയെങ്കിൽ ഫോഴ്സ് മാറുകയില്ല. പക്ഷേ ഫോഴ്സ് മാറും. കാരണം എന്താണ്, അവിടെ മീഡിയം മാറി. എത്രത്തോളം ആയിരിക്കും നമുക്ക് വെള്ളത്തിൽ വെച്ചതിന് ശേഷം കിട്ടുന്ന ഫോഴ്സ്? ആദ്യം കിട്ടിയ ഫോഴ്സിൻ്റെ 80% മാത്രമേ നമ്മൾക്ക് ആ രണ്ട് ചാർജുകളെ വാട്ടറിൽ വയ്ക്കുമ്പോൾ കിട്ടുകയുള്ളൂ. എയറിൽ വയ്ക്കുമ്പോൾ കിട്ടിയ ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെങ്കിൽ അതേ ചാർജുകളെ അതേ ഡിസ്റ്റൻസിൽ തന്നെ വാട്ടറിൽ വയ്ക്കുകയാണെങ്കിൽ 1/80 ന്യൂട്ടൺ മാത്രമേ കിട്ടുകയുള്ളൂ. പക്ഷെ നമ്മളവിടെ ചാർജുകളെ മാറ്റിയിട്ടില്ല, അതായത് ചാർജുകളുടെ മാഗ്നിറ്റ്യൂഡ് മാറ്റിയിട്ടില്ല, ചാർജുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസും മാറ്റിയിട്ടില്ല. അവിടെ മാറിയത് എന്താണ്, മീഡിയമാണ് മാറിയത്. അതിനോടൊപ്പം തന്നെ എന്തും മാറിക്കാണണം, പെർമിറ്റിവിറ്റിയും മാറിക്കാണണം. പെർമിറ്റിവിറ്റി മാറുന്നതിനനുസരിച്ച് എന്തും മാറി, ഫോഴ്സും മാറി. അങ്ങനെയെങ്കിൽ എന്താണ് പെർമിറ്റിവിറ്റി? ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് ദ മീഡിയം വിച്ച് ഡിറ്റർമൈൻസ് ദ ഇലക്ട്രിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ് സിറ്റുവേറ്റഡ് ഇൻ ദാറ്റ് മീഡിയം. എപ്സിലോൺ 0 നമുക്ക് പരിചയമുള്ളതാണ്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതായത് വാക്വത്തിൻ്റെ അല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ, അതും അല്ലെങ്കിൽ എയറിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എപ്സിലോൺ 0. ഇനി എയർ മാറ്റി അല്ലെങ്കിൽ വാക്വത്തിൽ നിന്ന് നമ്മൾ ആ ചാർജുകളെ മാറ്റി അല്ലെങ്കിൽ ഫ്രീ സ്പേസിൽ നിന്ന് മാറ്റി വേറൊരു മീഡിയത്തിൽ വെച്ച് കഴിഞ്ഞാൽ 1/4πε0ക്ക് പകരം എന്ത് എഴുതേണ്ടി വരും, 1/4πε എഴുതേണ്ടി വരും. അങ്ങനെയെങ്കിൽ എന്താണ് എപ്സിലോൺ? പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം. വെള്ളത്തിലാണ് വെക്കുന്നതെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ എന്ന് എഴുതേണ്ടി വരും. ഇനി ആദ്യത്തെ രണ്ട് കാര്യങ്ങൾ, പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെയും പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരാളാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതായത് എപ്സിലോൺ R ഫോർ റിലേറ്റീവ്, ഈ എപ്സിലോൺ ദാറ്റ് ഈസ് പെർമിറ്റിവിറ്റി. എപ്സിലോൺ R റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഇതാണ് ഇക്വേഷൻ. റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി, നമ്മൾ എടുക്കുന്ന മീഡിയം വാട്ടർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ പെർമിറ്റിവിറ്റി ഓഫ് വാക്വം. ഇതാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ വിളിക്കാവുന്ന മറ്റൊരു പേരാണ് കെ.
ഈ കെ നമ്മൾ മുമ്പ് കണ്ടതാണ്. അതെന്തായിരുന്നു? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഇവിടത്തെ കെ മറ്റൊരാളാണ്. ആ ആളെ വിളിക്കുന്ന പേരാണ് ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റുകളെ കുറിച്ച് നമ്മൾ പിന്നീട് വളരെ വ്യക്തമായി പഠിക്കും. ഇവിടെ ഒരു കാര്യം മാത്രം ഓർത്തു വെച്ചാൽ മതി. റിലേറ്റീവ് പെർമിറ്റിവിറ്റിയെ വേണമെങ്കിൽ നമുക്ക് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് എന്നും വിളിക്കാൻ സാധിക്കും. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസിനെയും പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയത്തിനെയും ബന്ധിപ്പിക്കുന്ന ഒരാളാണ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി. എങ്ങനെയാണ് അവർ തമ്മിൽ കണക്ട് ചെയ്യുന്നത്? ആദ്യത്തെ രണ്ട് പേരെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഇങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അതായത് എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഈസ് ഈക്വൽ ടു പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇനി റിലേറ്റീവ് പെർമിറ്റിവിറ്റി തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കോൺസ്റ്റൻറ്റ് അല്ല. ഇതിന് വിളിക്കുന്ന പേരാണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. രണ്ട് ചാർജുകൾക്കിടയിലെ മീഡിയം മാറിക്കഴിഞ്ഞാൽ ആ രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് മാറുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതായത് എപ്സിലോൺ 0 എന്ന് പറയുന്ന ആ ഒരു പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എപ്സിലോൺ എന്ന് പറയുന്ന പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ഇവർ മാറുന്നതിനനുസരിച്ച് ഫോഴ്സും മാറുമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? അതായത് ഒരു മീഡിയത്തിലുള്ള ഫോഴ്സും വേറൊരു മീഡിയത്തിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഫോഴ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എടുക്കുന്നത് എയറും വാട്ടറുമാണ്. രണ്ട് ഒരേപോലെയുള്ള ചാർജുകൾ എടുക്കുന്നു. അതായത് Q1 എന്ന് പറയുന്ന ചാർജും Q2 എന്ന് പറയുന്ന ചാർജും എടുക്കുന്നു. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ഞാൻ വെക്കുന്നു. അങ്ങനെയെങ്കിൽ ഫോഴ്സ് ഇൻ എയർ എന്ത് വരും? എഫ് ഇൻ എയർ ഇസ് ഈക്വൽ ടു 1/4πε0. ഞാനിവിടെ ε0 എഴുതാൻ കാരണം രണ്ട് ചാർജുകൾ തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന മീഡിയം എന്താണ്? എയർ ആയതുകൊണ്ടാണ്. അതല്ലെങ്കിൽ വാക്യൂം ആയതുകൊണ്ടാണ്. 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r². ഇനി ഇതേ ചാർജുകളെ തന്നെ ഞാനൊരു മീഡിയത്തിൽ വെച്ചാൽ അല്ലെങ്കിൽ ഞാനൊരു വാട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് എഴുതാൻ പറ്റില്ല? ε0 എഴുതാനായിട്ട് സാധിക്കില്ല. നമ്മൾ എന്ത് എഴുതേണ്ടി വരും? എപ്സിലോൺ എന്ന് പറയുന്ന വേർഡ് എഴുതേണ്ടി വരും. അങ്ങനെയെങ്കിൽ എഫ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു 1/4πε. നമ്മളവിടെ മീഡിയം മാറി, എയർ മാറി, എന്ത് വെച്ചു? വേറൊരു മീഡിയം. ഒരു പക്ഷേ അത് വാട്ടർ ആയിരിക്കാം, മീഡിയം വെച്ചു. അങ്ങനെയെങ്കിൽ ε0 എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ മാറ്റി നമ്മൾ എന്ത് എഴുതേണ്ടി വരും? ആ ഒരു ലെറ്ററിനെ മാറ്റി നമ്മൾ എന്ത് എഴുതേണ്ടി വരും? എപ്സിലോൺ എന്ന് പറയുന്ന ലെറ്റർ എഴുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 1/4πε ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r². നമ്മൾ Q1ലോ Q2ലോ അല്ലെങ്കിൽ ആറിലോ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും വരുത്തിയിട്ടില്ല. നമ്മൾ ആകെ മാറ്റിയത് എന്താണ്? രണ്ട് ചാർജുകൾ തമ്മിലുള്ള മീഡിയത്തെ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻ എയറിൽ നമ്മൾ ε0 എഴുതുന്നു, എഫ് ഇൻ മീഡിയത്തിൽ നമ്മൾ എപ്സിലോണും എഴുതുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. അത് രണ്ടാമത്തെ ഇക്വേഷനാണ്. എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എഫ് ഇൻ മീഡിയം നമ്മൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെയെങ്കിൽ എഫ് ഇൻ എയറിലുള്ള ഇക്വേഷൻ എന്താണ്? 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ r² ആണ് എഫ് ഇൻ എയർ. എഫ് ഇൻ മീഡിയം എന്താണ്? 1/4πε ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r² ആണ്. ഇവിടെ മാറ്റം ε0യിലും എപ്സിലോണിലും മാത്രമേ ഉള്ളൂ. 1/4π ക്യാൻസൽ ചെയ്ത് പോകും. Q1 Q2 ബൈ r²ഉം താഴെയുള്ള Q1 Q2 ഡിവൈഡഡ് ബൈ r²ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി നമുക്ക് ലഭിക്കുക മുകളിൽ ന്യൂമറേറ്ററിൽ നമുക്ക് ലഭിക്കുക 1/ε0യും ഡിനോമിനേറ്ററിൽ നമുക്ക് ലഭിക്കുക 1/ε മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഈ എപ്സിലോൺ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പുകൾ അനുസരിച്ച് ഈ എപ്സിലോൺ നേരെ മുകളിലേക്ക് പോകും. അങ്ങനെയെങ്കിൽ എന്ത് കിട്ടും? എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എഫ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ ε0. ഈ ഇക്വേഷൻ ഞാൻ താഴേക്ക് എടുത്തെഴുതുകയാണ്. എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എഫ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ ε0. നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്സിലോൺ ബൈ ε0 എന്ന് പറയുന്നത് എന്തായിരുന്നു? അതിന് വിളിച്ചിരുന്ന പേരായിരുന്നു റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അങ്ങനെയെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? എപ്സിലോൺ ബൈ ε0 ഈസ് ഈക്വൽ ടു എപ്സിലോൺ ആർ. എപ്സിലോൺ ആർ എന്ന് പറയുന്നത് എന്തായിരുന്നു? റിലേറ്റീവ് പെർമിറ്റിവിറ്റി. അതിന് വിളിച്ചിരുന്ന വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു. അതായിരുന്നു ഡൈ ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്. അങ്ങനെയെങ്കിൽ രണ്ട് മീഡിയത്തിലുള്ള ഫോഴ്സുകളെ നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. എഫ് ഇൻ മീഡിയം ഡിവൈഡഡ് ബൈ എഫ് ഇൻ എനി മീഡിയം, ദാറ്റ് മേ ബി വാട്ടർ, ഒരു പക്ഷേ വെള്ളമായിരിക്കാം. ഈ രണ്ട് ഫോഴ്സിനെ നമുക്ക് ഈ രീതിയിൽ കണക്ട് ചെയ്യാം. എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എഫ് ഇൻ മീഡിയം ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ ε0, or it is equal to relative permittivity
or it is equal to dielectric constant. ഒന്ന് രണ്ട് മീഡിയങ്ങളുടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റിന്റെ വാല്യൂ കൂടി താഴെ എഴുതിയിട്ടുണ്ട്. വാക്വത്തിൻ്റെ അതല്ലെങ്കിൽ ഫ്രീ സ്പേസിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് 1 ആണ്. ഇനി എയർ ആണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂ 1.00054 ആണ്. നമുക്കറിയാം 1 കഴിഞ്ഞിട്ട് 3 സീറോയ്ക്ക് ശേഷമാണ് 54. അതായത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, എയറിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അപ്രോക്സിമേറ്റ്ലി എത്ര തന്നെയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? 1 തന്നെയായിട്ടാണ് എടുക്കുന്നത്. എക്സാക്റ്റ് വാല്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1.00054 ആണെങ്കിലും ഇറ്റ് ഈസ് ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 1. ഇനി വാട്ടറിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ അതായത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ദ വാല്യൂ ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ വാട്ടർ ഈസ് ഈക്വൽ ടു 80. ഇത്രയുമാണ് നമുക്ക് പെർമിറ്റിവിറ്റിയുടെ താഴെ അല്ലെങ്കിൽ കീഴിൽ പറയാനായിട്ടുള്ളത്. അതായത് ഒരു മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എഫ് ഇൻ എയർ നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. അതേപോലെ തന്നെ ആ ഒരു മീഡിയത്ത്, ആ ഒരു 2 ചാർജുകൾ നമ്മൾ വേറൊരു മീഡിയത്തിലേക്ക് വെച്ചു. ആ മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയും അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ മീഡിയത്തിലുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. വേണമെങ്കിൽ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. റിലേറ്റീവ് പെർമിറ്റിവിറ്റി എപ്സിലോൺ ആർ ഇസ് ഈക്വൽ ടു എന്താണെന്ന് അറിയാം? എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എഫ് ഇൻ മീഡിയം ആണെന്ന് അറിയാം. ഞാനതൊന്നും കൂടി കോപ്പി ചെയ്ത് എഴുതാം. എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ എഫ് ഇൻ മീഡിയം. അങ്ങനെയെങ്കിൽ എന്താണ് എഫ് ഇൻ മീഡിയം? F in medium is equal to F in air divided by epsilon r. നമുക്ക് നോക്കാം വാട്ടറിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി അതല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? 80 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എപ്സിലോൺ ആറിന് പകരം നമുക്ക് വാട്ടർ ആണ് എടുക്കുന്നതെങ്കിൽ എഫ് ഓഫ് വാട്ടർ, ഫോഴ്സ് ഇൻ വാട്ടർ ഈസ് ഈക്വൽ ടു എത്രയാണ്? ആ ഇക്വേഷൻ അനുസരിച്ച് എന്ത് വരും? എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ വാട്ടർ എടുക്കുന്നത് കൊണ്ട് തന്നെ എപ്സിലോൺ ആറിൻ്റെ വാല്യൂ നമുക്ക് എത്രയായിട്ട് കൊടുക്കാം? 80 ആയി കൊടുക്കാം. എഫ് ഇൻ എയർ ഡിവൈഡഡ് ബൈ 80. ഈ ഒരു കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. അതായത് എയറിൽ വെച്ചിരിക്കുമ്പോൾ ഉള്ള ഫോഴ്സ് 1 ന്യൂട്ടൺ ആണെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഫോഴ്സ് ഇൻ എയർ ഈക്വൽ ടു 1 ന്യൂട്ടൺ ആണെങ്കിൽ അതേ ചാർജുകളെ നമ്മൾ വാട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻ വാട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? 1/80 ടൈംസ് ആയിരിക്കും വാട്ടറിലുണ്ടാകുന്ന ഫോഴ്സ്. അത് തന്നെയാണ് ഇവിടെ. വാട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ 2 ചാർജുകളെ വാട്ടറിൽ വെച്ച് കഴിഞ്ഞാൽ എയറിൽ വെക്കുമ്പോൾ എത്രത്തോളം ഫോഴ്സ് ഉണ്ടായിരുന്നോ അതിൻ്റെ 1/80 ടൈംസ് മാത്രമേ വാട്ടറിൽ വെക്കുമ്പോൾ ഉണ്ടാവുകയുള്ളൂ. എയറിൽ വെക്കുമ്പോൾ 1 ന്യൂട്ടൺ ആണെങ്കിൽ വാട്ടറിൽ വെക്കുമ്പോൾ എത്രയായിരിക്കും? 1/80 ന്യൂട്ടൺ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതാണ് എഫ് ഇൻ എയർ ബൈ എഫ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 which is equal to relative permittivity or it is equal to dielectric constant.